أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, നമ്മുടെ തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ബാച്ച്, അതിൻ്റെ 189ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മുടെ 3ാമത്തെ സെമസ്റ്റർ പരീക്ഷയുടെ ഡേറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. ഓഗസ്റ്റ് 22 ശനിയാഴ്ച രാവിലെ 10 മണിക്കാണ്. നേരത്തെ പരീക്ഷ എഴുതിയ, അതായത് രജിസ്റ്റർ ചെയ്ത ആളുകൾക്കൊക്കെ പേഴ്സണലായി ലിങ്കും അതേപോലെ അതിൻ്റെ സർക്കുലറും അയച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അതിന് കിട്ടിയിട്ടില്ലെങ്കിൽ, സാധ്യതയില്ല, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ക്ലാസ് കേട്ടാൽ ഉടനെ നിങ്ങൾ അറിയിക്കണം. കമൻറ്റ് ബോക്സിൽ അറിയിച്ചാലും മതി, അല്ലെങ്കിൽ അന്ന് തന്ന നമ്പറിൽ വിളിച്ച് അറിയിച്ചാലും മതി. എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണം. നമുക്ക് പരീക്ഷ ആ ദിവസം തന്നെ ഇൻഷാ അള്ളാഹ് നടക്കണം. കൃത്യമായി ആ സമയം തന്നെ ഉപയോഗപ്പെടുത്തി പരീക്ഷ എഴുതി ഇൻഷാ അള്ളാഹ്. പിന്നെ ക്ലാസ് ഒന്ന് സ്പീഡാവും പരീക്ഷയ്ക്ക് ശേഷം ഇൻഷാ അള്ളാഹ്. എന്നിട്ട് നമുക്ക് അത് 4ാമത്തെ സെമസ്റ്ററും അതിൻ്റെ സംഗമവും അതിൻ്റെ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കലൊക്കെ നമുക്ക് നടക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം മനോഹരമായി സ്വീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇന്ന് മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സൂറത്തു സബ, ആ സൂറത്താണ് 24ാമത്തെ ആയത്ത് മുതലാണ് ഉള്ളത്. പരീക്ഷയ്ക്ക് ഏതെല്ലാം ഭാഗങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ള ചോദ്യത്തിന് അന്ന് മറുപടി പറഞ്ഞിരുന്നു അല്ലേ. ഇതുവരെയുള്ള അലാമാത്തുൽ വഖഫ്, വഖഫിൻ്റെ ചിഹ്നങ്ങൾ വരെയുള്ള ഭാഗങ്ങളായിരിക്കുമെന്ന്. അപ്പോൾ ഇന്നു മുതലുള്ള ഓത്തിൽ നമ്മൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏകദേശം വരാവുന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് കൂടെയാണ് ഇന്നും വരാനിരിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടാവുക. പരീക്ഷയ്ക്ക് മുമ്പുള്ള നിങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതായാലും തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل من يرزقكم من السماوات والأرض قل الله وإنا أو إياكم لعلى هدى أو في ضلال مبين. قل لا تسألون عما أجرمنا ولا نسأل عما تعملون. قل يجمع بيننا ربنا ثم يفتح بيننا بالحق وهو الفتاح العليم. قل أروني الذين ألحقتم به شركاء كلا بل هو الله العزيز الحكيم. നോക്കിയേ, قل من يرزقكم إدغام بغنة
നിങ്ങൾ പറയണം കേട്ടോ, പരീക്ഷ വരാൻ പോവാണ്. അപ്പോൾ ചോദ്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് 1-2 സെമസ്റ്റർ എഴുതിയ ആളുകൾക്ക് അറിയാം. അപ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തൽ ക്ലാസ്സാണ്, ശരിക്കും ശ്രദ്ധിക്കണം. സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്ന ഇദ്ഗാമുൻ ബിഗുന്ന. യർസുഖുകും മിനസ് സമാവാതി, മീമിന് ശേഷം മീമ് വന്ന ഇദ്ഗാം. വൽ അർള് ഖുലില്ലാഹ് വ ഇന്നാ ഔ ഇയ്യാകും. ശദ്ദുള്ള നൂനുണ്ട്, മദ് മുൻഫസിലുണ്ട്, ശ്രദ്ധിക്കണേ. ലഅലാ ഹുദൻ ഔ ഫീ ളലാലിൻ മുബീൻ. ലഅലാ ഹുദൻ ഔ ഫീ. ഹുദൻ തൻവീന് ശേഷം ഹംസ വന്നു, ഇൽഹാർ വേണം. ളലാലിൻ മുബീൻ ഇദ്ഗാമുൻ ബിഗുന്ന വേണം. ഇന്ന് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. അടുത്ത ക്ലാസ്സിൽ ഇന്ന് പറയാത്ത ഭാഗങ്ങൾ നമുക്ക് വിശദീകരിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മകളെ ഒന്ന് പുതുക്കുക, പരീക്ഷയ്ക്ക് റെഡിയാക്കുക എന്നുള്ളതാണ് ഇന്നും അടുത്ത ക്ലാസ് കൊണ്ടും ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട സംഗതി. ഓക്കെ, ഖുൽ ലാ തുസ്അലൂന അമ്മാ അജ്റംന, മദ് മുൻഫസിലുണ്ട്. വലാ നുസ്അലു അമ്മാ തഅമലൂൻ, തൊട്ട് മുമ്പുള്ള മുബീൻ തഅമലൂൻ മദ്, അവിടെയുള്ള മദ്ദിൻ്റെ പേര് നിങ്ങൾ പറയും. അതെ, മദ്ദുൽ ആരിദ്. ഓക്കെ, ഖുൽ യജ്മഉ ബൈനനാ റബ്ബുനാ സുമ്മ യഫ്തഹു ബൈനനാ ബിൽ ഹഖ് വഹുവൽ ഫത്താഹുൽ അലീം. അവിടെ ഇപ്പോൾ നൂനോ തെൻവീനോ ഒന്നുമില്ല, ശബ്ദമുള്ളൊരു മീമുണ്ട് അല്ലേ. അൽ അലീം എന്ന മദ്ദുൽ ആരിദ് ഉണ്ട്. ഖുൽ അറൂനിയ അല്ലദീന അൽഹഖ്തും ബിഹി ശുറകാ, അല്ലേ. ശുറകാ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്ന മദ് മുത്തസിലുണ്ട്. കല്ലാ ബൽ ഹുവല്ലാഹുൽ അസീസുൽ ഹകീം, അവിടെയോ മദ് ആരിദുണ്ട്. അതിന് തൊട്ട് മുമ്പ് അൽഹഖ്തും ബിഹി, മീമിന് ശേഷം ബാ വന്ന ഒരു ഇഖ്ഫാ കൂടെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലാസ് ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓർമ്മകൾ, കുറച്ച് പഴയ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വരും. അതിനാണ് ഇന്ന് ഇങ്ങനെ പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് വേറെ നിയമങ്ങളായിരിക്കും പറയാ, പരീക്ഷയെ ബാധിക്കുന്നവ. ബാക്കി وما أرسلناك إلا كافة للناس بشيرا ونذيرا ولكن أكثر الناس لا يعلمون ويقولون متى هذا الوعد إن كنتم صادقين قل لكم ميعاد يوم لا تستأخرون عنه ساعة ولا تستقدمون وقال الذين كفروا لن نؤمن بهذا القرآن ولا بالذي بين يديه ولو ترى إذ الظالمون موقوفون عند ربهم يرجع بعضهم إلى بعض القول يقول الذين استضعفوا للذين استكبروا لولا أنتم لكنا مؤمنين وما أرسلناك مد منفصل أوكي إلا كافة للناس كافة മദ്ദിൻ്റെ പേര് പറയും. ലാസിം മദ് ലാസിമിൽ തന്നെ ഏത്? കെലിമിയിൽ തന്നെ ഏത്? മുസഖൽ. ഓക്കെ, ബശീറൻ വനദീറാ ലെ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ മദ്ദുൽ ആരിദ് വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. ഓക്കേ, ഇൻ കുൻതും രണ്ട് ഇഖ്ഫാകൾ, കുൻതും സാദിഖീൻ മീമിന് ശേഷം സാദ് വന്ന ഇൽഹാർ ട്ടോ. قل لكم ميعاد يوم لا تستأخرون عنه ميعاد يوم لا تستأخرون. എന്താ നിയമം? നിങ്ങൾ പറയണം. ഇന്നത്തെ ക്ലാസ്സിൽ മിണ്ടാതിരിക്കാൻ പറ്റൂല. കാരണം അതെ, ഇദ്ഗാമും ബി
ലാ ഗുന്ന. ഓക്കെ, ബിലാ ഗുന്ന. യൗമില്ല, തൻവീന് ശേഷം ലാ. അൻഹു ഇൽഹാർ. സാഅതൻ വല, പറയ്, സാഅതൻ വല ഇദ്ഗാം ബിഗുന്ന. തസ്തഖദിമൂൻ മദ് ആരിദ്. ഓക്കെ. وقال الذين كفروا لن نؤمن بهذا القرآن لن نؤمن إدغام بغنة بهذا القرآن ولا بالذي بين يديه. ഈ ബൈന യദൈഹ് എന്ന് പറഞ്ഞ് നിർത്തുമ്പോഴുള്ള മദ്യേതാ? മുത്തസില, ലാസിമോ? സുബ്ഹാനല്ലാഹ്. ആരിദോ? യദൈഹ്. മദ്ദുല്ലീൻ. ചില ആളുകൾ ഉറക്കെ പറയുന്നുണ്ട് മദ്ദുല്ലീൻ മദ്ദുല്ലീൻ. പക്ഷെ ഒന്ന് രണ്ടാളുകൾ മദ് ആരിദോ എന്ന് പറയാൻ ഒരുങ്ങിയോ എന്ന് എനിക്ക് ഡൗട്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചേ. യദൈഹ്. അപ്പൊ മദ്ദുല്ലീൻ എന്ന് പറയുമ്പോൾ ലീൻ അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. മദ്ദുല്ലീൻ്റെ അളവ് എത്രയാണെന്ന് മനസ്സിലാക്കണം. ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ മനസ്സിലാക്കണം കേട്ടോ. കുറേ നേരത്തെ പറഞ്ഞ് പഠിച്ചു പോന്നതാണ്. വലൗ തറാ ഇദിൽ ളാലിമൂന മൗഖൂഫൂന ഇൻദ റബ്ബിഹിം. വലൗ തറാ ഇദിൽ ളാലിമൂന മദ് മുൻഫസിൽ മൗഖൂഫൂന ഇൻദ റബ്ബിഹിം. യർജിഉ. യർജിഉ റാഅക തഫ്ഖീമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് അവതരിപ്പിക്കാം. ബഅ്ദുഹും ഇലാ ബഅ്ദിൻ. ബഅ്ദുഹും സുക്കൂനുള്ള മീമിന് ശേഷം ഹംസ. ഇലാ ബഅ്ദിനിൽ ഖൗല എന്നാണ് ഓതേണ്ടത്. ഇലാ ബഅ്ദിനിൽ ഖൗല ട്ടോ. നമ്മൾ പഠിക്കും. യഖൂലുൽ ലദീന ഇസ്തുദ്ഇഫൂ ലില്ലദീന ഇസ്തക്ബറൂ ലൗലാ അൻതും മദ് മുൻഫസിൽ അൻതും ലകുന്ന ഇദ്ഹാർ ലകുന്ന നൂനിന് ഗുന്ന മുഅ്മിനീൻ മദ്ദുൽ ആരിൽ. قال الذين استكبروا للذين استضعفوا أنحن صددناكم عن الهدى بعد إذ جاءكم بل كنتم مجرمين. وقال الذين استضعفوا للذين استكبروا بل مكر الليل والنهار إذ تأمروننا أن نكفر بالله ونجعل له أندادا وأسروا الندامة لما رأوا العذاب وجعلنا الأغلال في أعناق الذين كفروا هل يجزون إلا ما كانوا يعملون. وما أرسلنا في قرية من نذير إلا قال مترفوها إنا بما أرسلتم به كافرون وقالوا نحن أكثر أموالا وأولادا وما نحن بمعذبين. Okay. قال الذين استكبروا للذين استضعفوا أنحن صددناكم മദ് മുൻഫസിൽ വന്നു. സദദ്നാകും അനിൽ ഹുദാ. സദദ്നാകും എന്നൊക്കെ പറഞ്ഞെടുത്ത് ഖൽഖല ഒക്കെ ഉണ്ട് ദാലിനൊക്കെ. അത് ബഅദ ഇസ് ജാഅകും. എന്താണ് ജാഅയിലുള്ള മദ്? ജാഅയിലുള്ളതു മദ്ദാണ്. കൂടുതൽ നീട്ടൽ ഫർദാണ്. കുറവ് വരുത്തി ഇദാ ജാഅ എന്നോദൽ കഠിന തെറ്റാണ്. അത് തെറ്റാണ് അല്ലേ? നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മദ് മുത്തസിലാണ്. ബൽ കുൻതും ഇഖ്ഫാ വേണം. കുൻതും ഇദ്ഗാമും ബിഗുന്ന മുജ്രിമീൻ. എന്താ ചോദിച്ചേ? കുൻതും മുജ്രിമീൻ എന്ന് പറഞ്ഞത് ഇദ്ഗാമും ബിഗുന്ന ആണോന്നോ? പിന്നെ അല്ലാതെയോ ബിലാ ഗുന്നയാണോ? കൺഫ്യൂഷൻ ആയല്ലോ ഉസ്താദേ. സാക്കിനായ നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ശ്രദ്ധിക്കുക, നൗമി എന്നതിലെ അല്ലെങ്കിൽ മോനെ എന്ന് അറബിയിൽ എഴുതുമ്പോൾ നോക്കി, മോനെ മീം വാവ് നൂൻ യാ, ഈ നാലക്ഷരങ്ങളിൽ നിന്ന് ഒന്ന് വന്നാൽ ഇദ്ഗാം ചെയ്യണം. അത് ഗുന്നത്തോടു കൂടി തന്നെയാണ്. ഇദ്ഗാമും ബിഗുന്നഹ് എന്നാണ് അതിന് പറയാം. മീമിന് ശേഷം സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാലും ഇദ്ഗാമാണ്. അത് ബിഗുന്ന തന്നെയാണ്. കാരണം രണ്ടും മീമാണല്ലോ, ഉന്നത്തില്ലാത്ത മീമില്ലല്ലോ.
അപ്പോൾ ഇദ്ഗാം ബിഗുന്ന എന്നവിടെ പറയേണ്ട ആവശ്യമില്ല. രണ്ടും മീം ആയതുകൊണ്ട് ഈ മീമിനെ ആ മീമിലേക്ക് ഇദ്ഗാം ചെയ്യുമ്പോൾ ഗുന്നത്തില്ലാത്തൊരു ഇദ്ഗാം ഇല്ല. അതുകൊണ്ടാണ് അവിടെ ഇദ്ഗാം എന്ന് മാത്രം പറയേണ്ടത്. ഇദ്ഗാം ബിഗുന്ന തന്നെയാണത് കേട്ടോ, കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. യെസ്. وقال الذين استضعفوا للذين استكبروا بل مكر الليل والنهار إذ تأمروننا أن نكفر. മദ് മുൻഫസിലും ഉണ്ട്, അൻ നക്ഫുറയിലെ ഇദ്ഗാമും ബിഗുന്ന ഉണ്ട്. അൻ നക്ഫുറ ബില്ലാഹി വനജഅല ലഹു മദ് മുൻഫസിലുണ്ട്, അൻദാദ ഇഖ്ഫാ ഉണ്ട്. പിന്നെ അൻദാദ എന്നൊക്കെ പറഞ്ഞെടുത്ത് നിർത്തുമ്പോഴേ ഒരു അലിഫിൽ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഓർമ്മ പുതുക്കലാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്താണ് അലിഫിൽ നിർത്തുമ്പോൾ പറയണേ? എന്തായിരുന്നു? അതെ, അലിഫിൽ വഖഫ് ചെയ്യുന്ന പക്ഷം ഓർക്കണം, അറിയാതെ ഹാ വരുന്നതും ശ്രദ്ധിക്കണം. ഇരു ചുണ്ടുകൾ ഉടൻ പൂട്ടിയാൽ മീമും വരും, വല്ലാതെ നീളുന്നോ അതും ഒഴിവാക്കണം. ഒരുപാട് കേട്ട പാട്ടാണ്, എന്നാലൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. വനജഅല ലഹു അൻദാദ അല്ലേ? ഓക്കെ. إذ تأمروننا أن نكفر بالله ونجعل له أندادا وأسروا الندامة لما رأوا العذاب وجعلنا الأغلال في أعناق الذين كفروا وجعلنا الأغلال في أعناق الذين كفروا. هل يجزون مدنا ولا ഹൽ യുജ്സൗന ഇല്ലാ മാ കാനൂ യഅമലൂൻ. ഹൽ യുജ്സൗനയിൽ ഒരാൾ നിർത്തിയാൽ അവിടെ മദ്ദു ലീൻ ഉണ്ടാവും എന്നുള്ളത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, വേണ്ട. വമാ അർസൽനാ ഫീ ഖർയത്തിൻ മിൻ നദീരിൻ ഇല്ലാ ഖാല മുത്റഫൂഹാ. വമാ അർസൽനാ മദ്ദുണ്ട് മുൻഫസിൽ, ഫീ ഖർയത്തിൻ ഖർയത്തിലെ റാ തഫ്ഖീമാണ്, നമുക്ക് പറയാം. മിൻ നദീരിൻ ഇദ്ഗാമുൻ ബിഗുന്ന, ഇല്ലാ ഖാല മുത്റഫൂഹാ ഇന്ന മദ് മുൻഫസിൽ നൂൻ ഗുന്ന, ബിമാ ഉർസിൽതും മദ് മുൻഫസിൽ, കാഫിറൂൻ മദ് ആരിദ്. വഖാലൂ നഹ്നു അക്സറു അംവാലൻ വഔലാദ വമാ നഹ്നു ബിമുഅദ്ദബീൻ. അംവാലിൽ മീമിന് ശേഷം വാവ് വന്നിട്ടുണ്ട്, ഇദ്ഹാർ ചെയ്യേണ്ട സ്ഥലമാണ്. قل إن ربي يبسط الرزق لمن يشاء ويقدر ولكن أكثر الناس لا يعلمون وما أموالكم ولا أولادكم بالتي تقربكم عندنا زلفى إلا من آمن وعمل صالحا فأولئك لهم جزاء الضعف بما عملوا وهم في الغرفات آمنون والذين يسعون في آياتنا معاجزين أولئك في العذاب محضرون قل إن ربي يبسط الرزق لمن يشاء من عباده ويقدر له وما أنفقتم من شيء فهو يخلفه وهو خير الرازقين. ഓക്കെ. قل إن ربي يبسط ഓക്കെ قل إن ربي يبسط الرزق يبسط ശരിക്കും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സീൻ സാദാവും. ലിമൻ യശാഉ മദ്ദുണ്ട്, ഇദ്ഗാമും ബിഗുന്നയുണ്ട്, മദ് മുത്തസിലാണ്. വയഖദിർ ഞാൻ അവിടെ നിർത്തി, തർഖീഖാണ് നിർത്തുമ്പോൾ. വയഖദിറു വലാകിന്ന ചേർത്തി ഓതുമ്പോൾ തഫ്ഖീമാണ്. റാഇന്റെ തഫ്ഖീമും സിഫാത്തുൽ ഹുറൂഫൊക്കെ അടുത്ത ക്ലാസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ വമാ അംവാലുകും വലാ ഔലാദുകും ബില്ലതി തുഖർരിബുകും ഇൻദനാ വമാ അംവാലുകും മദ് മീമിന് ശേഷം വാവ് ഇൽഹാർ.
വലാ ഔലാദുക്കും മദ് വീണ്ടും ഔലാദുക്കും ബില്ലത്തി എന്താണ് ഇഖ്ഫാ തുഖർരിബുക്കും തുഖർരിബു എന്നുള്ള ബാഇന്റെ ദമ്മ ശ്രദ്ധിക്കണം കേട്ടോ. ഇൻദനാ സുൽഫാ ഇഖ്ഫാ സുൽഫാ ഇല്ലാ മദ് മുൻഫസിൽ മൻ ആമന വഅമില സാലിഹ മൻ ആമന ഇദ്ഹാർ സാലിഹൻ ഫഉലൈക ഇഖ്ഫാ. അതുപോലെ മദ് മുത്തസിൽ ലഹും ജസാഉ ദ്ദിഅഫി മദ് മുത്തസിൽ ബിമാ അമിലു വഹും ഫിൽ ഗുറുഫാതി ആമിനൂൻ വഹും ഫിൽ ഗുറുഫാതി. മീമിന് ശേഷം ഫ നന്നായി ശ്രദ്ധിക്കേണ്ട ഇൽഹാർ. ഞാൻ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിക്കണം അത്. വല്ലദീന യസ്ഔന ഫീ ആയാതിനാ ഫീ ആയാതിനാ മദ് മുൻഫസിൽ മുആജിസീന ഉലൈക മദ് മുത്തസിൽ ഫിൽ അദാബി മുഹ്ദറൂൻ. ളാദിന്റെ ഇസ്തിതാല അതൊക്കെ നമുക്ക് പറയാം. മദ് ആരിൽ ഖുൽ ഇന്ന റബ്ബി ഇന്നയിലെ നൂനിന് ഗുന്നത്ത് നന്നായിട്ട് യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ ഇദ്ഗാം ബിഗുന്ന മിൻ ഇബാദിഹി യശാഉല മദ് മുത്തസിലുണ്ട് മിൻ ഇബാദിഹി എന്തുകൊണ്ട് ഇൽഹാറുണ്ട്. വയഖ്ദിറു ലഹ് ലഹ് നിർത്തുമ്പോൾ വമാ അൻഫഖ്തും മദ് മുൻഫസിലും ഇഖ്ഫാഉം അൻഫഖ്തും മിൻ മീമിന് ശേഷം മീം ഇദ്ഗാം മിൻ ഷൈഇൻ ഇഖ്ഫാ ഷൈഇൻ ഫഹുവ വീണ്ടും ഇഖ്ഫാ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. മദ് ആരിൽ ഒരുപാടുണ്ടല്ലേ, പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ. ويوم يحشرهم جميعا ثم يقول للملائكة أهؤلاء إياكم كانوا يعبدون قالوا سبحانك أنت ولينا من دونهم بل كانوا يعبدون الجن أكثرهم بهم مؤمنون فاليوم لا يملك بعضكم لبعض نفعا ولا ضرا ونقول للذين ظلموا ذوقوا عذاب النار التي كنتم بها تكذبون وإذا تتلى عليهم آياتنا بينات قالوا ما هذا إلا رجل يريد أن يصدكم عما كان يعبد آباؤكم وقالوا ما هذا إلا إفك مفترى وقال الذين كفروا للحق لما جاءهم إن هذا إلا سحر مبين وما آتيناهم من كتب يدرسونها وما أرسلنا إليهم قبلك من نذير وكذب الذين من قبلهم وما بلغوا معشار ما آتيناهم فكذبوا رسلي فكيف كان نكير. നിയമങ്ങളൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിയമങ്ങളൊക്കെ ഒന്ന് സ്പീഡായി ഒരു ഓർമ്മപ്പെടുത്തൽ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. വയൗമ യഹ്ശുറുഹും ജമീഅ മീമിന് ശേഷം ജീം ഇൽഹാർ ജമീഅൻ സുമ്മ ഇഖ്ഫാ ശദ്ദുള്ള മീം ثم يقول للملائكة مد متصل أهؤلاء هاء مد منفصل أولئك مد متصل لا كانوا يعبدون إياكم كانوا من الشاشم كاف إظهار يعبدون مد عارض قالوا سبحانك أنت ولينا إخفاء മിൻ ദൂനിഹിം വീണ്ടും ഇഖ്ഫാ ദൂനിഹിം ബൽ ചേർത്തിയോതുമ്പോ ഇഖ്ഫാ മീമിന് ശേഷം ബാ വന്ന ഇഖ്ഫാ യഅ്ബുദൂനൽ ജിൻ നൂനെ മണിക്കുമ്പോൾ ഉന്നത്തോടു കൂടെയുള്ള മീമിനെ ശദ്ദു വന്നിട്ടുള്ള വഖഫ് എങ്ങനെ അക്സറുഹും ബിഹിം മുഅ്മിനൂൻ മീമിന് ശേഷം ബാ ഇഖ്ഫാ ബിഹിം മുഅ്മിനൂൻ ഇദ്ഗാം
فاليوم لا يملك بعضكم لبعض نفعا ولا ضرا ونقول للذين ظلموا بعضكم لبعض إظهار لبعض نفعا إدغام بغنة نفعا ولا إدغام بغنة ولا ضرا ونقول വീണ്ടും إدغام بغنة ذوقوا عذاب النار التي كنتم بها രണ്ട് തരം ഇഖ്ഫാ ഒന്ന് നൂനിന് ശേഷം ത മറ്റൊന്ന് മീമിന് ശേഷം ബ രണ്ടും രണ്ട് തരം ഇഖ്ഫാ തുകദിബൂൻ മദ് ആരിദ് തന്നെ ഇനി അത് പറയണ്ട അല്ലേ മദ് ആരിദ് ഇങ്ങനെ പറയണ്ട അത്യാവശ്യം ഈ നിയമങ്ങളൊക്കെ റെഡിയായില്ലേ وإذا تتلى عليهم آياتنا بينات قالوا തൻവീന് ശേഷം ഖാഫ് ഇഖ്ഫാ ചെയ്യണം എങ്ങനെ തൻവീനാകുന്ന നൂനിനെ തഫ്ഖീം ചെയ്തുകൊണ്ടുള്ള ഇഖ്ഫാ മാ ഹാദാ ഇല്ലാ മദ് മുൻഫസിൽ ഇല്ലാ റജുലുൻ യുരീദു ഇദ്ഗാം ബിഗുന്നah അൻ യസുദ്ദകും ഇദ്ഗാം ബിഗുന്നah യസുദ്ദകും അമ്മാ ഇദ്ഹാർ കാന യഅബുദു ആബാഉകും മദ് മുത്തസിൽ وقالوا ما هذا إلا إفك مفترى ما هذا إلا مد منفصل إلا إفك مد منفصل വീണ്ടും إفك مفترى إدغام بغنة وقال الذين كفروا للحق لما جاءهم جاء إلى مد هم إن إظهار إن هذا إظهار هذا إلا مد منفصل إلا سحر مبين له إدغام بغنة وما آتيناهم مد منفصل آتيناهم من إدغام من كتب إخفاء كتب يدرسونها إدغام بغنة وما أرسلنا مد منفصل أرسلنا إليهم بين منفصل قبلك من نذير قبل إلى بائن قلقلند كبرين نمبر إن شاء الله next class لي من نذير إدغام بغنة رائن ترقيق وكذب الذين من قبلهم إخفاء بالتفخيم وما بلغوا معشار ما آتيناهم مد منفصل آتيناهم فكذبوا بمن شفا إظهار رسلي نرتب شديكنا فكيف كان نكير إيه ما كنت تلاه نرتب ഇനിയിപ്പോൾ അങ്ങനെ വിശദീകരിക്കേണ്ട ഇത്രയും സമയം കേട്ടതോടുകൂടി ആ നിയമങ്ങളൊക്കെ ഓക്കെ ആയി ഇനി ബാക്കിയുള്ള രണ്ട് കുറച്ച് ആയത്തുകളുടെ നമുക്ക് ഓതിപ്പോവാം ഇതിൽ നിന്ന് അഹ്കാമുൻ നൂനി സാക്കിന അല്ലേ അതുപോലെ തൻവീൻ സാക്കിനായ മീം മദ്ദുകൾ ഇത്രയും ഒക്കെ ആയില്ലേ ഇത്രയാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് അഹ്കാമുൻ നൂനി സാക്കിന തൻവീൻ അഹ്കാമുൽ മീം മദ്ദുകൾ വന്നതൊക്കെ നമ്മൾ എന്തായി ലാസിമുണ്ട് അതിൽ മുത്തസിലുണ്ട് മുൻഫസിലുണ്ട് ആരിളുണ്ട് ലീനുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ തജ്വീദിൻ്റെ പ്രധാനപ്പെട്ട നിയമങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഈ ക്ലാസ്സിൽ ബാക്കി ഖുൽ ഇന്നമാ അഇദുകും ബിവാഹിദഹ അൻ തഖൂമൂ ലില്ലാഹി മസ്നാ വഫുറാദാ സുമ്മ തതഫക്കറൂ മാ ബിസാഹിബികും മിൻ ജിന്നഹ ഇൻ ഹുവ ഇല്ലാ നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ് قل ما سألتكم من أجر فهو لكم إن أجري إلا على الله وهو على كل شيء شهيد قل إن ربي يقذف بالحق علام الغيوب قل جاء الحق وما يبدئ الباطل وما يعيد قل إن ضللت فإنما أضل على نفسي وإن اهتديت فبما يوحي إلي ربي إنه سميع قريب أوكي قل إنما أعظكم بواحدة ശ്രദ്ധിക്കണം എന്തൊക്കെ ഇനി ഞാൻ പറയില്ല ഇനി ഞാൻ ഓതുമ്പോൾ നിങ്ങളിങ്ങനെ പറയണം എന്തൊക്കെ നിയമങ്ങൾ വന്നു എന്ന് أن تقوموا لله പറഞ്ഞോളി أن تقوموا لله مثنى وفرادا ثم تتفكروا ما بصاحبكم من جنة പറയണില്ല കുറച്ച് ആളുകൾ ഇല്ല പറയണം إن هو إلا نذير لكم
അല്ലേ? നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്. പറഞ്ഞോളി ഓരോന്നോരോന്ന്. പരീക്ഷ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയല്ല കേട്ടോ. പക്ഷേ 1 മണിക്കൂർ സമയത്തിൻ്റെ ഉള്ളിൽ 50 ക്വസ്റ്റ്യൻ ടിക്കറ്റ് പോകണ്ടേ? അത് പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ക്ലാസ്സും വരാനിരിക്കുന്ന ഈ 1-2 ക്ലാസ്സുകൾ ശ്രദ്ധിച്ചാൽ മതി. ഖുൽ മാ സഅൽതുകും മിൻ അജ്രിൻ ഫഹുവ ലക്കും ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ് വഹുവ അലാ കുല്ലി ശൈഇൻ ഷഹീദ്. സ്പീഡിൽ ഓതല്ല ഉസ്താദേ, ഞങ്ങൾക്ക് പറയാൻ കഴിയണില്ല എന്ന്. പറയാനൊക്കെ കഴിയും അല്ലേ? നന്നായി ഉഷാറായി പഠിച്ച ആളുകൾ ഓതുന്നതിന് മുമ്പേ പറയും. ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ് അല്ലാമുൽ ഗുയൂബ് ഖുൽ ജാഅൽ ഹഖ് വമാ യുബ്ദിഉൽ ബാതിൽ വമാ യുഈദ്. ജാഇലെ മദ്ദൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞുല്ലേ. ഖുൽ ഇൻ ളലൽതു ഫഇന്നമാ അദില്ലു അലാ നഫ്സി വഇൻ ഇഹ്തദൈതു ഫബിമാ യൂഹി ഇലയ്യ റബ്ബി ഇന്നഹു സമീഉൻ ഖരീബ്. അല്ലേ? ബാക്കി വലൗ തറാ ഇദ് ഫസിഉ ഫലാ ഫൗത വഉഖിദു മിൻ മകാനിൻ ഖരീബ് وقالوا آمنا به وأنى لهم التناوش من مكان بعيد وقد كفروا به من قبل ويقذفون بالغيب من مكان بعيد وحيل بينهم وبين ما يشتهون كما فعل بأشياعهم من قبل إنهم كانوا في شك مريب صدق الله العظيم. Okay? ولو ترى إذ فزعوا فلا فوت وأخذوا من مكان قريب وقالوا آمنا به وأنى لهم التناوش من مكان بعيد. ഇവിടെ ഈ ആയത്ത് ഓതുമ്പോഴേ വഅന്നാ ലഹുമുത്തനാവുഷു എന്ന് പറയുമ്പോൾ തനാഉഷു ആകുന്നുണ്ടോ നോക്കണം കേട്ടോ. മിൻ മകാനിൻ ബഈദ് അല്ലേ? വഖദ് കഫറൂ ബിഹി മിൻ ഖബ്ൽ വയഖ്ദിഫൂന ബിൽ ഗൈബി മിൻ മകാനിൻ ബഈദ്. റെഡിയല്ലേ? വഹീല ബൈനഹും വബൈന മാ യസ്തഹൂന കമാ ഫുഇല ബിഅശ്യാഇഹിം മിൻ ഖബ്ൽ ഇന്നഹും കാനൂ ഫീ ശക്കിൻ മുരീബ് സദഖല്ലാഹുൽ അസീം. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ തദ്രീബ് നീ സ്വീകരിക്കണേ അല്ലാഹ്. പഠിച്ചവനെ, നിൻ്റെ പരിശുദ്ധ ഖുർആനിനെ സ്നേഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമയം നിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതും കേൾക്കുന്നതും ഓതുന്നതും പരീക്ഷ എഴുതുന്നതും എല്ലാം നിൻ്റെ പൊരുത്തത്തിലുള്ള അമലായി സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് ആവശ്യങ്ങൾ, ഹലാലായ മുറാദുകൾ ഞങ്ങളെ ഖൽബിലുണ്ട് റബ്ബേ. ഖൈറായതൊക്കെ നീ നിറവേറ്റി തരണേ അല്ലാഹ്. എല്ലാ ഷർറുകളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. തദ്രീബ് കുടുംബത്തിലെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ നിൻ്റെ ഹിഫ്ള് കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ ആലിമീങ്ങളെ ഉസ്താദുമാരെയൊക്കെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അവരെ തണലിൽ സാധുക്കളായ ഞങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യമാർ, സന്താനങ്ങൾ, ഭർത്താക്കൾ, മക്കൾ, അല്ലാഹുവേ എല്ലാവർക്കും, ശിഷ്യന്മാർ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നിഅമത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ പരീക്ഷ വരാനിരിക്കുന്നു. നല്ല മാർക്ക് കിട്ടി ജയിച്ച് അല്ലാഹുവേ, ഈ തദ്രീബിൽ ഞങ്ങളെ ആലിമീങ്ങളുടെ സാദാത്യങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്കൊരു ഖുർആനിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പടച്ച റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്.
توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام